വൈറ്റ് ടോപ്പ് ഫ്രം ബീച്ച് സൈഡ് വന്നപ്പോഴത്തേക്ക് അമ്മുന്റെ ലുക്ക് മാറി. അല്ല എനിക്ക് ഫാമിലി ഇല്ലല്ലോ ചേച്ചി. ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വീട്ടിലല്ല കേട്ടോ, ഞങ്ങൾ നമ്മുടെ ജി ഫാമിലി ആയിട്ട് ഒരു ഗെറ്റ് ടുഗദർ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ട്രിപ്പ് അങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മൾ പൂവാർ ആണ് വന്നിരിക്കുന്ന റിസോർട്ടിലാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട്. സാലിൻ ചേട്ടനുണ്ട്, ബിന്നിയുണ്ട്, ബിന്നിയുടെ ഹസ്ബൻഡ് നൂബിനുണ്ട്, ദേവയുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ബിന്ദു ചേച്ചിയുണ്ട്, പ്രതീക്ഷയുണ്ട്, ജോഷിയുണ്ട്. ചിലർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല കാരണം ദൂരം ഉള്ളതുകൊണ്ട്. അപ്പം ഭയങ്കര അടിച്ചു പൊളിച്ച് ഇവിടെ എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ റൂമിലാണ്. ഞാൻ എൻ്റെ റൂമിലാണ്. ഫസ്റ്റ് ഞാൻ റൂം കാണിച്ചു തരാം. ഓക്കെ, വളരെ സൂപ്പറായിട്ടുള്ള റൂമാണ് കേട്ടോ. ഇന്നലെ ഞാനിവിടെ കേട്ടോ കിടന്നത് ഒറ്റയ്ക്കാണ്. അവരൊക്കെ തൊട്ടപ്പുറത്ത്, ഈ റൂമിൻ്റെ തൊട്ടപ്പുറത്ത് ബിന്ദു ചേച്ചി ഉണ്ട്, മുകളിലാണ് ജോഷി, ബാക്കി അവരൊക്കെ താഴെയാണ്. അപ്പോൾ എൻ്റെ റൂം ഇതാണ് കണ്ടോ. സ്നാക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. കാഫി ഇട്ട് കുടിക്കുന്നവർക്ക് രാവിലെ കാഫി ഇട്ട് കുടിക്കും. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് എനിക്കറിയത്തില്ലായിരുന്നു പൂവാർ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിസോർട്ട് ഉണ്ട് എന്നുള്ളത്. എനിക്ക് ഒരു ദിവസമെങ്കിലും ഫാമിലി ആയിട്ട് വന്ന് താമസിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ പുറത്തോട്ട് കാണിച്ചു തരാം. ഒന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷ് ആയിട്ട് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നല്ല വെയിലുണ്ട് കേട്ടോ. കടലും കായലും കൂടെ ഒരുമിച്ച് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പം ഞാൻ ബാത്റൂം ഒക്കെ കാണിച്ചു തരാം. എനിക്ക് ബെഡ് ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്, നമുക്കിതിനകത്ത് അയൺ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ തുറക്കണില്ല. ഓക്കെ, എൻ്റെ ബാത്റൂം കാണിച്ചു തരാം. കുഴപ്പമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഒരാൾക്ക് കിടക്കാനുള്ള അത്ര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം ഒക്കെയാണ് കേട്ടോ. ഓക്കെ, ഇതാണ് ബാത്റൂം. ഭയങ്കര സൂപ്പർ എന്ന് പറയാൻ അത്രയ്ക്ക് അടിപൊളി. അപ്പം ഞാനൊന്ന് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് അവരൊക്കെ കാണിച്ചു തരാം. അപ്പുറത്തൊരു പൂൾ വില്ലയും കൂടി ഉണ്ട്, പ്രൈവറ്റ് പൂൾ വില്ലയും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഒന്ന് പോയിട്ട് ഫ്രഷ് ആയിട്ട് വരട്ടെ. സോറി, ബാത്റൂമിന്റെ ഡോർ അടച്ചിട്ട് ഒരു മിനിറ്റ്. അയ്യോ, അങ്ങനെ കുളി കഴിഞ്ഞു, സൂപ്പർ. ഇനി നമുക്കൊന്ന് പുറത്തോട്ട് പോവാം. ഇനി അവരുടെ റൂമൊക്കെ കാണിച്ചു തരാം. ഭയങ്കര വെയിലാണ്. അപ്പം ഞാൻ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാം. കാരണം ഈ ഒരു വെയിലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്ക് സൺസ്ക്രീൻ ഇല്ലാണ്ട് പറ്റത്തില്ല. അപ്പം പ്രശ്നം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഒന്നും ഇല്ല. അപ്പം നല്ല സൺസ്ക്രീൻ മാത്രം ഇട്ടിട്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ സൺസ്ക്രീൻ ഇടാം. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല അടിപൊളി ഒരു സൺസ്ക്രീനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു സെക്കൻഡ്. ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് സൺസ്ക്രീനാണ് നമ്മുടെ പ്യുവർ ഒറിജിൻ്റെ കൊറിയൻ വൈറ്റമിൻ സി ലൈറ്റ് ജെൽ സൺസ്ക്രീൻ ആണിത്. SPF 50 PA++++ ഉണ്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ സ്കിന്നുമായിട്ട് പെട്ടെന്ന് അബ്സോർവ് ചെയ്യും. ലൈറ്റ് വെയിറ്റ് ആണ്. എന്താണ്, ഒരു വൈറ്റ് കാസ്റ്റിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മളിത് ഇട്ടിട്ടുണ്ടെന്ന് പോലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല കേട്ടോ. ഞാനിത് ഇട്ട് കാണിക്കാം. പക്ഷെ ഇങ്ങനെ അല്ല ഇടേണ്ടത്, ഇങ്ങനെയാണ് നമുക്ക് ഇടേണ്ടത്. SPF 50 PA+++ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു സോളിഡ് പ്രൊട്ടക്ഷൻ ആയിരിക്കും കേട്ടോ ഇത്. അത് മാത്രമല്ല, ഇതിൽ പാക്കിൽ വന്നിരിക്കുന്ന മെയിൻ ഐറ്റം കൊറിയൻ വൈറ്റമിൻ സിയും യൂസു ലെമണുമാണ് കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിന്റെ ബ്രൈറ്റ്നസ് തരുന്നതോടൊപ്പം തന്നെ നന്നായിട്ട് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യും. സോ ഇറ്റ്സ് ബേസിക്കലി സ്കിൻ കെയർ ദാറ്റ് ഷീൽഡ്സ്. കണ്ടോ എന്താ ഒരു തിളക്കം നോക്കിയേ. ഈ ഒരു സൺസ്ക്രീൻ ഇപ്പോൾ ഏറ്റവും ഫേവറേറ്റ് ആവാൻ റീസണും കൂടി ഉണ്ട് കേട്ടോ. നോൺ സ്റ്റിക്കി ആണ്, ഗ്രേസി അല്ല, അതേപോലെ തന്നെ ഈ വൈറ്റ് കാസ്റ്റിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ സ്കിന്നിൽ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് അബ്സോർവ് ആവും, പെട്ടെന്ന് സ്കിന്നിലോട്ട് പിടിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇട്ടിട്ടുള്ള ഫീലേ കിട്ടത്തില്ല. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് മാച്ച് ആകും, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും. ചിലർക്ക് ഈ സൺസ്ക്രീൻ ഇടുമ്പോൾ വൈറ്റ് പാച്ചസ് വരും, വൈറ്റ് കാസ്റ്റ് ആയിട്ട് തോന്നും, അതേപോലെ തന്നെ പെട്ടെന്ന് ഓയിലി ആവും. ഇതിനൊരു പ്രശ്നമേ ഇല്ല. നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്കിത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. ആൻഡ് അമൃത AMRUTH അമൃത എന്ന കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 15% ഓഫും കിട്ടും കേട്ടോ. അപ്പം ഞാനിതിൻ്റെ ലിങ്കൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കൂ. സത്യം പറയാലോ, അടിപൊളിയാണ്.
ലിപ്സ്റ്റിക്കും ഇട്ടു ആൻഡ് ഒരു മസ്കാരയും കൂടെ കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അവരുടെ അടുത്തോട്ടോ കുറേ നേരം എന്നെ കിടന്ന് വിളിക്കാം കേട്ടോ. അപ്പം ഡബിൾ ഓക്കെ. നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണിത്. അങ്ങ് അറ്റം കാണുന്നത് കായലാണ് കേട്ടോ. അങ്ങ് അറ്റം, അതിനപ്പുറത്ത് തൊട്ടപ്പുറത്ത് ഒരു കര പോലെ കാണുമല്ലോ, അതിൻ്റെ അത് കഴിഞ്ഞ് അത് കടലാണ്. അതിനിപ്പുറത്ത് കായൽ. 18 ഏക്കറിൽ എന്തോ ആണ് കേട്ടോ ഇത് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. സൂപ്പറാണ്. ഇതാണ് ഞാൻ താമസിച്ചത്. ഇവിടെയാണ് ബിന്ദു ചേച്ചി ഉള്ളത്. അവിടെയാണ് ബാക്കി നൂബിനും ബാക്കി എല്ലാവരും ഉള്ളത്. മുകളിൽ കാണുന്നില്ലേ, അവിടെയാണ് നമ്മുടെ ജോഷു ഉണ്ടായിരുന്നത്. ഓക്കെ, എല്ലാവരും ഇതിനകത്തുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാം. ഈശ്വര, തേങ്ങയൊന്നും ചതിക്കല്ലേ. തെങ്ങ് ചതിക്കില്ല, പക്ഷെ എല്ലാം വീടും ചതയ്ക്കും. കൊള്ളാം. അയ്യോ, അപ്പാരത്. ഞാൻ വിചാരിച്ചു ചേച്ചി ഇവിടെ ഉണ്ടാവൂന്ന്. ഓ, നിങ്ങൾ ഡ്രസ് കോഡൊക്കെ ഉണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും എടുത്തില്ലല്ലോ. നോ ബേബി. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ഇതാണ് അവരുടെ റൂം. ഡ്രസ് ചേഞ്ച് ആണോ? അയ്യാ, ഓ എല്ലാരും വൈറ്റ് ബ്ലൂ. എന്താ ഇത്ര ക്ഷീണം? നിങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് മാച്ച് ആണല്ലോ. സത്യം. ഇനി നമുക്ക് പൂൾ കാണിച്ചു തരാം. അങ്ങോട്ട് ഞാൻ സ്പേസ് ആക്കി എടുത്ത്. എന്ത് പാടെ എല്ലാരും. ഓ, നിങ്ങൾ പിന്നെ എല്ലാം പറഞ്ഞു വെച്ചിട്ടാണല്ലോ വന്നേ. നല്ല രസമുണ്ട് കേട്ടോ. എന്റെ പൂള് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ പൂള്. നല്ല രസമുണ്ട്. ലിപ്സ്റ്റിക് ഇട്. അവള് പാടും ഒരു മേക്കപ്പ് കഴിഞ്ഞോ? നോക്കട്ടെ, കൊള്ളാം. നിക്ക്, ഞാൻ അളക്കട്ടെ. കൊള്ളാം കൊള്ളാം. മൊത്തം വ്ളോഗാണല്ലോ, കോപ്പിറൈറ്റ് അടിക്കുമല്ലോ ഇത്. നീ വ്ളോഗ് ഇടുമെന്ന് പറയട്ടെ. അത് അവരെടുത്തോ? ഞാനിടും. എല്ലാരും അങ്ങ് സ്കൂൾ കുട്ടികളെ പോലെ എല്ലാരും ഉണ്ടല്ലോ. പ്രതീക്ഷ, ബിന്ദു ചേച്ചി, സാജൻ ചേട്ടൻ, ബിന്നി സെബാസ്റ്റ്യൻ, ദേവ ഒഫീഷ്യൽ, നൂബിൻ. ജോഷി, ജോഷി വിളിത്തപ്പോട്ടെ. എടി ജോഷി. ജോഷിയെ വിളിക്കാത്തതുകൊണ്ട് പിണങ്ങിയിരിക്കട്ടെ. ഞങ്ങൾക്ക് പെട്ടെന്നൊരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഇവളില്ലായിരുന്നു. ഇവള് അവരുടെ കൂടെ ഓൾറെഡി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എടി ജോഷി, ആ മുഖം കാണിക്ക് പിണക്കത്തിന്റെ. ഞാൻ വലിയ ഇൻട്രോ ഒക്കെ കൊടുത്തിട്ട് വന്നതാ ഇങ്ങോട്ട്. പിണങ്ങിയിരിക്കുകയാണ് ജോഷി. നീ റെഡിയായിട്ട് റൂമിൽ ഇരിക്കുവായിരുന്നോ? തിത്തറി വിളിക്കല്ലേ, വീഡിയോ ആണ്. എടി ഇറങ്ങി ഞാൻ പറയാം. മുഖം കാണിക്കും ഇങ്ങോട്ട്. നീ തന്നെ മുഖം മാറ്റോ? പിണങ്ങിയിരിക്കുന്നവരുടെ മുഖം വേണം സൂം ചെയ്യാൻ എനിക്ക്. നമ്മള് ഫുള്ള് ചുറ്റി കറങ്ങാണ്. പക്ഷെ സത്യം പറയാലോ, ഒരു ദിവസം കൂടെ ഇവിടെ കറങ്ങി തീർന്ന് കാണാൻ പറ്റില്ല. എനിക്ക് പെട്ടെന്ന് പോണം. ഇറങ്ങില്ല. ഓക്കെ, നമ്മള് ജസ്റ്റ് ഒന്ന് ഹായ് ഹലോ. ഞാൻ കൊറേ ഡിലേറ്റ് ചെയ്തടോ. ഇവിടെ എന്ത് രസമാണ് ഇവിടെ. ഫാമിലി ആയിട്ടും സത്യം പറഞ്ഞ കപ്പിളായിട്ടും ഒന്ന് താമസിക്കാനും നല്ലത്. അല്ലാതെ ഇപ്പൊ ഒറ്റയ്ക്ക് ഇവിടെ ഒന്നും താമസിച്ചിട്ട് എന്തിനാ. സൂപ്പർ, അടിപൊളിയാട്ടോ. കപ്പിളും ഫ്രണ്ട്സും അതേപോലെ തന്നെ ഫാമിലിയും ആയിട്ട് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ കിട്ടു സ്ഥലമാണ്. സത്യം എനിക്ക്
ആ ചേച്ചി, അമ്മ, ബ്രദർ, ഞാൻ, ഞങ്ങൾ 3 പേരെ ഉണ്ടാവുള്ളൂ. ആ അല്ല, എനിക്ക് ഫാമിലി ഇല്ലല്ലോ ചേച്ചി. ഇത് നമ്മൾ വേറൊരു ലോകത്ത് എത്തിയതുപോലെ ഉണ്ട് കേട്ടോ. എത്രയോ കിലോമീറ്ററുകൾ താണ്ടി നമ്മൾ വന്നതാണ്. അവിടെ നിന്ന് ഇവിടെ വരെ ഇപ്പൊ എത്ര കിലോമീറ്റർ, 1 കിലോമീറ്റർ ഉണ്ടാവത്തില്ലേ? ആ, ഇത് 18 ഏക്കറിൽ എന്തോ ആണ് ഈ ഒരു റിസോർട്ട് ഉള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞു 2-3 ദിവസമെങ്കിലും എന്തെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. ആ, വണ്ടി നിന്ന് ഇറങ്ങുന്നില്ലേ? ഇവരുടെ മുഖം ഒന്ന് ചിരിപ്പിക്കാൻ എന്ത് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. വേറൊരു കാര്യം, നമ്മളിപ്പോൾ ആയുർവേദ സ്പായിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ പല രീതിയിലാണ് കോട്ടേജസ് ഉള്ളത് കേട്ടോ. പല റേറ്റിനാണ്. ഭയങ്കര ഹൈ ക്ലാസ് മുതൽ ഉണ്ട്. വൈദ്യശാല ദി ആയുർവേദ സെന്റർ സരോവർ പ്രീമിയർ. ഓക്കേ, വളരെ ഭയങ്കര ക്വയറ്റായിട്ടുള്ള ഭയങ്കര റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ് എപ്പോഴും ഈ ആയുർവേദ പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഇതിൻ്റേതായിട്ടുള്ള തന്നെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. വളരെ ഹ്യൂജ് സ്പേസ് ഒക്കെ ഉള്ള നല്ലൊരു സ്പേസാണിത്. ഫുൾ പോസിറ്റിവിറ്റി തരുന്ന ഓരോരോ പ്ലേസ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരുമായിട്ട് മാറി നിൽക്കാൻ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞങ്ങൾ പിന്നെ കുറേ കുറ്റവും കൊതിയെന്നോടെ ഇങ്ങനെ പറയാറ്. അത് നമുക്ക് ഏറ്റവും അടുത്തുള്ള ആൾക്കാരെ അല്ലെങ്കിൽ നമ്മുടെ ഒരേ വേവ് ലെങ്തിലുള്ള ആൾക്കാരെ കിട്ടുമ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ച് നടക്കുമായിരുന്നു. പക്ഷേ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര നമ്മൾ ഹാപ്പിയാണ്. കാരണം നല്ല പ്ലേസാണ്. നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പ്ലേസാണ്. നമ്മുടെ റിസോർട്ടിൻ്റെ പേര് എ സരോവർ പ്രീമിയം ആണ് കേട്ടോ. പോവാറേ ഇവിടെ എല്ലാവരും ചായക്കട താഴെയാണ്. എന്താ വേണ്ട, നിങ്ങൾക്ക് എന്താ വേണ്ട? ചായ വേണം? ഓ, ഇവിടെ ഇത്ര നല്ല സ്പോട്ട് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ആ സാധനം ചെയ്യാം. ഇവിടെ നമുക്ക് കബഡി കളിക്കാം. ഇവിടെ അല്ല, ഇവിടെ അല്ലല്ല, ഇവിടെ നമുക്ക് ബലൂൺ എടുത്ത് എറിയുന്ന സാധനം. ആ, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ മണ്ട അടിച്ചു വീഴുവേ. ഒരു ബക്കറ്റ്, അതില് കുറച്ച് അല്ല ബലൂൺ എന്തെങ്കിലും അടക്കാൻ പറ്റുന്ന ഒരു ചപ്പലിടരുത് അതില്. ഒന്നുകൂടെ മരത്തെ പ്രണയിച്ചവൻ സാജൻ സൂര്യ. ആര്? സാജൻ ചേട്ടനോ? സിംഗിൾ പസംഗ അവർക്ക് വേണ്ടി സമർപ്പിക്കും. ഈ ഉള്ള ഗേൾ ഫ്രണ്ട്സിന്റെ ഒക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള ടെൻഷനില്ല ഞാൻ. മണിക്കൂറുകൾ വെച്ച് മാനേ അല്ല, ഒരു അനീതി എന്നുള്ള നിലയിലേ ചേട്ടന്റെ ചാരിത്രത്തിൽ അവൾക്കൊരു അനീതി എന്നുള്ള നിലയിൽ എന്റെ ആ ഒരു വിഷമം ഞാൻ പറഞ്ഞതാ. നിന്റെ അല്ലേ, വേറെ ആരെങ്കിലും പറ. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാരും കൂടെ വന്നതാണ്. ഇതാ പോന്ന് എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ എന്റെ ഡ്രസ്സ് കാണിച്ചു തരാം. എനിക്ക് ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആക്ച്വലി ഇന്ന് പോകാൻ വേണ്ടി വന്നതാണ്. തിരിച്ചടി വേണേ. ടോപ്പ് ഫ്രം ബീച്ച് സൈഡ് വന്നപ്പോഴത്തേക്ക് അമ്മുന്റെ ലുക്ക് മാറി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മാറി. ഫ്രണ്ട്സിന് കൂടെ വന്നപ്പോൾ ലുക്ക് മൊത്തം മാറി. അല്ല, ഇതെനിക്ക് സ്പോൺസർ ചെയ്തേക്കുന്ന ആരാന്നറിയാമോ? നമ്മുടെ സ്വന്തം വിന്നി സെബാസ്റ്റ്യൻ ആണ്. അവളുടെ തുണിയാണ് എനിക്ക് തന്നേക്കുന്നത്. കാരണം തുണി കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാം. റെഡി? കം. ബാക്കിലെ സുന്ദരിയല്ലേ? പ്ലീസ് മാം. Yeah, of course.
വേണം. നിനക്ക് ഞാൻ പിന്നെ ഓഫ് ചെയ്തു. വരുന്നുണ്ട്. നമ്മള് പൂളിൽ ഇറങ്ങാൻ പോവാണ് ഗൈസ്. ഇത് അവളുടെ ടോപ്പാണ്. എല്ലാം എരന്നിരുന്ന് വാങ്ങിച്ചേക്കുന്നോണ്ട് പിന്നെ എനിക്ക് ആ ഒരു പ്രശ്നമില്ല. അടുത്തത് ഇറക്കാൻ പോവാ ഞാൻ. ഡ്രസ്സ് വേറെ വല്ലതും ഉണ്ടോന്ന്. പക്ഷെ ഞാൻ മിക്കവാറും ഇത് തന്നെ ഇടത്തുള്ളൂ. ചെറിയൊരു പ്ലാനിൽ വ്യത്യാസം വന്നതുകൊണ്ട് വീണ്ടും കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു. ഞങ്ങൾ ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കാനായിട്ട് താഴോട്ട് വന്നതാണ്. നല്ല രസമായിട്ട് അവിടെ കാണാനായിട്ടേ. നല്ല വലിയ പൂൾസ് ഉണ്ട്. പൂൾസ് ആക്ച്വലി കുറേ ഉണ്ട്. ഓപ്പൺ പൂൾസ് കുറേ ഉണ്ട്. പിന്നെ പ്രൈവറ്റ് പൂൾസും. പക്ഷേ എൻ്റെ വയൽ എലൈനർ ഇട്ടതുകൊണ്ട് ഭയങ്കര പാടാട്ടോ സംസാരിക്കാനായിട്ട്. പ്രൈവറ്റ് പൂൾസും സ്റ്റേയും സെപ്പറേറ്റ് ഉണ്ട്. നമ്മുടെ ജോഷ് ഒരു സൈഡിൽ ഇങ്ങനെ മത്സ്യകന്യക പോലെ ഷൂട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കായലും കടലും. ആരേ ലീലാമണി കൂൾ ഡ്രസ് വേണ്ട. ഇതിന്റെ പുറത്തൊരു വേറെ ടോപ്പ് ഇട്ടാ പോരെ? ആരും കഴിഞ്ഞല്ലോ. ആ ഇത് ഫുള്ള് നല്ലല്ലേ? നനഞ്ഞാലോ? പെട്ടെന്ന് ഒരു ചായ കുടിച്ചു. അതെ അതാ നിങ്ങൾ കോഫി വേണോ? എല്ലാം ചായ കുടിച്ചിട്ട് റെഡി. എല്ലാവരും ഗെയിമിൽ വന്നെയാണ്. എന്ത് വലിയ പൂളാ നോക്കിയേ. ഇനി ഞങ്ങളുടെ ഗെയിംസിന്റെ ടൈമാണ് കേട്ടോ. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരും ചിരിച്ച് ചാകരുത് കേട്ടോ. അതിന്റെ ആവശ്യമുണ്ട്. നീ ഒന്ന് ജോയിൻ ചെയ്താൽ മതി. സംസാരം ഉൾപ്പെടെ വരുവേ. അതുകൊണ്ട് ലൈറ്റ് പോയി. റെഡി ടേക്ക് ഏതാ കളറ്? റെഡ്.
അങ്ങനെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞു രാവിലെ ഞങ്ങൾ ഇതാ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഒപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് കരുതി. എൻ്റെ കാര്യമാണെങ്കിൽ ഒന്നും പറയണ്ട, ഞാൻ ഒരു ദിവസത്തേക്കെന്ന് പറഞ്ഞ് പോയതാണ്. 2 ദിവസം നിന്നിട്ടാണ് തിരികെ വന്നത്. പിന്നെ ഇടാൻ ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ബിന്നിയുടെയൊക്കെ ഡ്രസ്സായിട്ടോ ഞാൻ ഫോട്ടോസിലൊക്കെ ഇട്ടത്. ഷോർട്സൊക്കെ ബിന്നിയുടെ ഡ്രസ്സായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രേവതിക്ക് വരാൻ പറ്റിയില്ല, കാരണം അവൾക്ക് ഇത്രയും ദൂരം പിന്നെ എന്തോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രേവതിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അഖിലും ഷൂട്ടുള്ളതുകൊണ്ട് അഖിലും ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഇനി നല്ലൊരു ട്രിപ്പ് ഇതുപോലെ പ്ലാൻ ചെയ്തിട്ട് പോകും. നല്ലൊരു വൈബാണ്. ഈ പറഞ്ഞ ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവും കേട്ടോ. പെൺപിള്ളേരിലെ അസൂയൊക്കെ കാണുമല്ലോ കുറച്ചൊക്കെ. പക്ഷെ നല്ല അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. സോ ബാക്ക് ടു അവർ ഹോം. എല്ലാവരും തിരിച്ചു പോവാണ്. ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് വെക്കോ, ഒരു പ്രശ്നമില്ല. അവിടെ ഇരുന്നോണ്ടിരിക്കുക. ഞങ്ങക്ക് പോകാനുള്ള വണ്ടി വന്നു ഗൈസ്. ഇതാരിത് ബ്ലോക്ക് ഉണ്ടാക്കോ നീ? ഇത് കഷ്ടമാറ. അപ്പം ഞാൻ സൈഡിൽ സീറ്റ് എടുത്തേ. എൻട്രി